രചന SMC, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച നഗരത്തിൽ തിരക്കേറിയ ജീവിതത്തിൽ ഒരു സുരക്ഷാ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു അർജുൻ. ശാന്തമായ ഒരു ജീവിതം അവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ വേദന ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ബോംബ് സ്ഫോടനത്തിൽ പൊലിഞ്ഞുപോയ അവൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഓർമ്മകൾ. ആ ദുരന്തത്തിന് പിന്നിൽ വിക്രം എന്ന അധോലോക നേതാവാണെന്ന് അർജുന് ഉറപ്പായിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവം അവനെ നിസ്സഹായനാക്കി. ഒരു സാധാരണ ദിവസം നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിൽ വെച്ച് ഒരു കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്നു. വഴിയാത്രക്കാർ ചിതറിത്തെറിച്ചോടി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അർജുൻ ഒട്ടും മടിച്ചില്ല. തന്റെ ജീവൻ പണയം വെച്ചൊരു യുവതിയെ ആ കാറിനടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അവൾ പരിഭ്രാന്തയായിരുന്നു. നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അർജുൻ അവളെ താങ്ങി നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ. അവൾ ശ്വാസം കിട്ടാതെ പറഞ്ഞു. എൻ്റെ പേര് നന്ദിനി, ഞാനൊരു ഡോക്ടറാ. അർജുൻ അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി വല്ലാത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായി അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ആത്മാർത്ഥമായ പുഞ്ചിരി. തുടർന്ന് അർജുനും നന്ദിനിയും പലപ്പോഴും കണ്ടുമുട്ടി. അവളുടെ ദയയും സ്നേഹവും അർജുൻ്റെ ഉള്ളിലെ മുറിവുകളെ പതിയെ ഉണക്കി. അവൻ്റെ ഏകാന്തതയിൽ ഒരു വെളിച്ചമായി നന്ദിനി മാറി. ഒരു വൈകുന്നേരം നഗരത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് അസ്തമയത്തിൻ്റെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് അവർ സംസാരിക്കുകയായിരുന്നു. അർജുൻ, നിങ്ങളെപ്പോഴും ഒരു സങ്കടത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു, നന്ദിനി മൃദുവായി പറഞ്ഞു. അർജുൻ ദീർഘമായി നിശ്വസിച്ചു. എൻ്റെ സഹോദരി, അവളൊരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. നന്ദിനി അവൻ്റെ കൈകളിൽ തലോടി. എനിക്ക് മനസ്സിലാവും അർജുൻ, വേദന താങ്ങാനാവാത്താണെന്ന്. സ്ഥിരമായി അവർ കണ്ടുമുട്ടി. അവരുടെ സൗഹൃദം പ്രണയമായി വളർന്നു. ദിവസങ്ങൾ കൊണ്ട് അവരുടെ പ്രണയം പൂത്തുലഞ്ഞപ്പോൾ നന്ദിനി തൻ്റെ കുടുംബത്തിൻ്റെ ദുരന്തകഥ അർജുനോട് വെളിപ്പെടുത്തി. അർജുൻ, നിനക്കറിയാമോ, എനിക്കൊരു വലിയ നഷ്ടമുണ്ട്. എൻ്റെ മാതാപിതാക്കളെ അനിയനെയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗുണ്ടാസംഘം കൊലപ്പെടുത്തി. അതിൻ്റെ പിന്നിൽ വിക്രം എന്നൊരു അധോലോക നേതാവാണെന്ന് എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളില്ലായിരുന്നു. അർജുൻ ഞെട്ടിപ്പോയിരുന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. വിക്രം, തൻ്റെ സഹോദരിയുടെ മരണത്തിന് പിന്നിൽ അവൻ തന്നെയാണ്. എനിക്കറിയാമായിരുന്നു ഈ ലോകത്ത് ഇങ്ങനെയൊരു പൈശാചികതക്ക് അവനില്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല. നന്ദിനി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അർജുൻ, നമ്മൾ ഒറ്റക്കല്ല. ഈ വേദന നമുക്ക് ഒരുമിച്ച് നേരിടാം. നന്ദിനി, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. നിന്റെ ജീവൻ എൻ്റെ ജീവനാ. അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. അവരുടെ പ്രണയം പ്രതികാരത്തിൻ്റെ തീവ്രതയിൽ കൂടുതൽ ദൃഢമായി. അർജുനും നന്ദിനിയും വിക്രമിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. അർജുൻ തൻ്റെ സൈനിക പരിശീലനം ഉപയോഗിച്ച് വിക്രമിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. നന്ദിനി തൻ്റെ മെഡിക്കൽ അറിവും സാമൂഹിക ബന്ധങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. അവർ ഒരുമിച്ച് മുന്നേറിയപ്പോൾ വിക്രമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഓരോ കൊള്ളയും അവർക്ക് മനസ്സിലായി. മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, അവൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതായിരുന്നു. ഒരു രാത്രി അർജുൻ വിക്രമിൻ്റെ ഒരു ഒളിത്താവളത്തിലേക്ക് അതിക്രമിച്ച് കയറി. അവിടെയുള്ള ഗുണ്ടകളുമായി അവൻ നേരിട്ട് ഏറ്റുമുട്ടി. നന്ദിനി പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. വെടിയൊച്ചകൾ കേട്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അർജുൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അർജുൻ, നിങ്ങൾക്ക് പരിക്ക് പറ്റിയല്ലോ? നന്ദിനി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സാറില്ല നന്ദിനി, ഒരു ചെറിയ പോറൽ മാത്രമേ ഉള്ളൂ. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നന്ദിനി അവൻ്റെ നെറ്റിയിലെ മുറി വൃത്തിയാക്കി മരുന്ന് വെച്ച് കൊടുത്തു. നീ ഇങ്ങനെ ജീവൻ പണയം വെച്ച് പോരാടുമ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എന്ത് സാഹസവും ഞാൻ ചെയ്യും നന്ദിനി. വിക്രമിനെ അവൻ്റെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടണം. അർജുൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. വിക്രമിൻ്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞവൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം അർജുനും നന്ദിനി ഒരു കോഫി ഷോപ്പിലിരിക്കുമ്പോൾ വിക്രമിൻ്റെ ആളുകൾ അവരെ വളഞ്ഞു. അവരവിടെ നിന്ന് ഒരുമിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വെടിയുണ്ട നന്ദിനിയുടെ തോളിൽ തുളച്ചു കയറി. അവൾ വേദനയോടെ നിലവിളിച്ചു. നന്ദിനി ഉറക്കെ കരഞ്ഞു. നന്ദിനി! അർജുൻ അവളെ താങ്ങി നിർത്തി. അവൻ്റെ കണ്ണുകളിൽ തീവ്രമായ ദേഷ്യം നിറഞ്ഞു. നിനക്കൊന്നും സംഭവിക്കില്ല നന്ദിനി, ഞാൻ നിന്നെ രക്ഷിക്കും. അവനവളെ ആശുപത്രിയിൽ എത്തിച്ചു. നന്ദിനി ബോധരഹിതയായി. അർജുൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ വിക്രമിനോടുള്ള പ്രതികാരം ആളിക്കത്തി. ദിവസങ്ങൾക്ക് ശേഷം നന്ദിനിക്ക് ഏകദേശം സുഖം പ്രാപിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. വിക്രം ഒരു വലിയ ചരക്കപ്പിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഇടപാട് നടത്താൻ ഒരുങ്ങിയാണെന്ന് അർജുനും നന്ദിനിക്കും വിവരം ലഭിച്ചു. നന്ദിനിയുടെ മുറിവുകൾ പൂർണ്ണമായും ഭേദമായിരുന്നില്ലെങ്കിലും അവൾ അർജുനൊപ്പം പോകാൻ തീരുമാനിച്ചു. നന്ദിനി, നീ വരണ്ട, ഇത് അങ്ങേറ്റ അപകടകരമാണ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. അർജുൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അർജുൻ, നമ്മൾ തുടങ്ങിയ പോരാട്ടാണിത്. കപ്പലിൽ വെച്ച് അർജുനും വിക്രമിൻ്റെ ആളുകളും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായി. അർജുൻ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പോരാടി. വെടിയൊച്ചകളും സ്ഫോടനങ്ങളും കപ്പലിനെ പ്രകമ്പനം കൊള്ളിച്ചു. നന്ദിനി തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് പരിക്കേറ്റവരെ സഹായിക്കുകയും അർജുന് തന്ത്രപരമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അർജുൻ, വിക്രം കപ്പലിന്റെ മുകളിലേക്കുണ്ട്. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നന്ദിനി വാക്കി ടോക്കിലൂടെ അറിയിച്ചു. ഞാനിതാ വരുന്നു. അർജുൻ മറുപടി പറഞ്ഞു.
ഒടുവിൽ അർജുൻ വിക്രമിനെ നേരിൽ കണ്ടുമുട്ടി. അർജുൻ തന്റെ സൈനിക പരിശീലനവും പ്രതികാരദാഹവും ഉപയോഗിച്ച് വിക്രമിനെ നേരിട്ടു. കപ്പലിന്റെ ഇടയ്ക്കിൽ വെച്ച് അവർ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടി. അർജുന്റെ മനസ്സിൽ അവന്റെ സഹോദരിയുടെയും നന്ദിനിയുടെ കുടുംബത്തിന്റെയും ഓർമ്മകൾ ആളി കത്തിക്കൊണ്ടിരുന്നു. നിന്റെ പാപങ്ങൾക്ക് നീ കണക്ക് പറയേണ്ടി വരും വിക്രം. അർജുൻ ദേഷ്യത്തോടെ അലറി. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല അർജുൻ. നീ വെറും ഒരു പട്ടാളക്കാരൻ. വിക്രം പുച്ഛത്തോടെ ചിരിച്ചു. പോരാട്ടത്തിനൊടുവിൽ അർജുൻ വിക്രമിനെ കീഴടക്കി. വിക്രം കപ്പലിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണ് മരിച്ചു. അവന്റെ ക്രൂരമായ സാമ്രാജ്യം അവസാനിച്ചു. അർജുൻ കിതച്ചുകൊണ്ട് നിലത്ത് വീണു. നന്ദിനിയോടെ അവന്റെ അടുത്തേക്ക് വന്നു. അർജുൻ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ അവന്റെ മുഖത്ത് തലകൂടി. ഇപ്പൊ ഞാൻ ഓക്കെയാണ് നന്ദിനി, എല്ലാം കഴിഞ്ഞു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ സ്നേഹവും സമാധാനവും നിറഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ വർഷങ്ങളോളമുള്ള വേദനയും സങ്കടവുമായിരുന്നു അവസാനിച്ചത്. വിക്രം മരിച്ചതോടെ അർജുനും നന്ദിനിയും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയം പൂത്തുലഞ്ഞു. അവർക്ക് നഷ്ടപ്പെട്ടവരെ തിരികെ ലഭിക്കില്ലായിരുന്നുവെങ്കിലും നീതി നടപ്പിലാക്കിയതിൽ അവർക്ക് സംതൃപ്തിയുണ്ടായിരുന്നു.